ഹലോ ഗായ്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഇന്ന് വയനാട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ 3-4 മാസത്തിന് ശേഷമാണ് വയനാട്ടിലേക്ക് പോകുന്നത്. ഞാൻ ഉറങ്ങിയണീറ്റ പോലെ ഉണ്ടല്ലോ. എന്നിട്ട് ഹായ് പറഞ്ഞേ എല്ലാവർക്കും. ടാറ്റ കൊടുത്ത ടാറ്റ പറഞ്ഞേ കുഞ്ഞിട്ട് പോനാ പറഞ്ഞേ. ഓക്കെ, അപ്പോൾ നമ്മൾ 3-4 മാസമായി വയനാട്ടിലേക്ക് പോയിട്ട്. ഇന്നലെ ഒന്ന് പോയി വന്നിട്ടേ ഉള്ളൂ. അത് വേറൊരു ആവശ്യത്തിന് തിരുനെല്ലി വരെ പോയതാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴി നമുക്ക് എന്തായാലും കാണാം. മുമ്പിൽ ഒരാൾ ഷോർട്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പം ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഷോർട്സ് ഇടാന്നുള്ള തീരുമാനത്തിനാണ്. വോയിസ് ഓവറൊന്നും കൊടുക്കാതെ മ്യൂസിക് ഇട്ടിട്ട്. അപ്പോൾ അത് എത്ര ദിവസം ഓടുന്നുള്ളത് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം റീൽസ് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളൊരു 1.5 മാസം എടുത്തതിന് ശേഷം പിന്നെ നിർത്തുക ചെയ്തത്. അപ്പോൾ ഇതെന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പോകുന്ന വഴി കാണാം. ഓക്കെ, അപ്പോൾ ഞാനും കുഞ്ഞൂട്ടനെ എപ്പോഴും ബാക്ക് സീറ്റിലാണ് ഇരിക്കാറ്. ഒന്നാമത് സേഫ്റ്റി, പിന്നെ ഫ്രണ്ടിലിരിക്കുവാണെങ്കിൽ കുഞ്ഞൂട്ടൻ അവിടെ നിന്ന് ഗിയറൊക്കെ പിടിച്ച് വലിക്കും, ഭയങ്കര അലമ്പായിരിക്കും. അപ്പോൾ ബാക്കിലാകുമ്പോൾ നമുക്ക് സേഫായിട്ടിരിക്കാം അല്ലേ അല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പം ഇറങ്ങിയുള്ളൂ. ഇപ്പം വൈകിട്ട് 4 മണിയാണ്. നമ്മളൊരു 7 മണിയാകുമ്പോഴത്തേനും എത്തുമെന്ന് വിചാരിക്കാം. ചുരത്തിലൊന്നും ബ്ലോക്ക് ഇല്ലെങ്കിൽ. ഇരുട്ടാവുന്നതിന് മുമ്പ് ചുരം കയറി കിട്ടിയാൽ മതി. അതാണ് ഒരു ടാസ്ക് ഉള്ളൂ. ചുരം കയറിയാൽ പിന്നെ സീനൊന്നുമില്ല, നമുക്ക് സേഫായിട്ട് പോവാം. ചുരമാണ് കുറച്ച് ടാസ്ക്. എന്താണ് കാലിന് ഷൂ ഉണ്ട്? അപ്പൊ ഞാൻ കുഞ്ഞൂട്ടന്റെ ഷൂ എന്തായാലും ഊരിക്കൊള്ളുകട്ടെ. പിന്നെ കുറച്ചു നേരം ഷൂ ഇടുമ്പോഴത്തേനും കാല് വേദന. ഒന്നാമത് ഓക്കെ ടാറ്റ, ഇപ്പൊ കാണാം. എന്താ കുഞ്ഞൂട്ടൻ നല്ല സെറ്റപ്പിൽ കിടക്കുവാണ്. എന്താ കംഫർട്ടബിൾ അല്ലാന്ന് തോന്നുന്നു. കിടത്താൻ ഇപ്പൊ ഓക്കെ ആയി. പുതപ്പൊക്കെ എടുത്തിട്ടുണ്ട്. കുഞ്ഞൂട്ടൻ ഉറങ്ങുമ്പം പുതക്കാനല്ലേ കുഞ്ഞി. ബാക്കോട്ട് പോവല്ലേ? ഇനി ബാക്കോട്ട് പോവല്ല. അപ്പൊ നമ്മളിപ്പോ പിണറായി എത്തുന്നു. ഇനിയിപ്പോ പോകുന്ന വഴി കാണാം. എനിക്ക് മോഷൻ സിക്നസ് ഉള്ളതുകൊണ്ട് അധികം വീഡിയോ ഞാൻ ഇനി എടുക്കലുണ്ടാവില്ല. ഓക്കെ, അങ്ങനെ നമ്മള് വരുന്ന വഴി ഒരു റെസ്റ്റോറൻറ്റിൽ കയറാന്ന് വെച്ചു. വിശക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. പിന്നെ വയ്യ. ഇവർ രണ്ടുപേരും ആ ഷോർട്സിൻ്റെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പോയിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാം. നമ്മളതാ കൂത്തുപറമ്പുള്ള സെലസ്റ്റ ഈ ഒരു ചെറിയ റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് ഷവർമ. അപ്പം നോക്കാം ഉണ്ടോ ഇല്ലയോ എന്നല്ല. ഷവർമയെല്ലാം ഉണ്ട് കേട്ടോ. ഇതുണ്ട്. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. മെനു ഒന്നും കിട്ടിയില്ല. ഇവർ രണ്ടുപേരും അടിയുണ്ട്. തുടങ്ങിയുള്ളൂ. തുടങ്ങിയപ്പോൾ തന്നെ അതാണ്ട് ആശിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞിട്ടല്ല, അവർക്ക് വയറുവേദനയാണ്. അപ്പോൾ ഞങ്ങളിതാ ഇന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറി. വയറ് ഫുള്ളായി കഴിഞ്ഞാൽ വയറുവേദന ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ട് ഇവിടെ ആരും വരുന്നില്ല. വരും. കുഞ്ഞുവിട്ടം നോക്കുക, അതിൻ്റെ പൊക്കത്ത് കയറിയിരിക്കുന്നത് കാണിച്ചില്ല. ഉണ്ടല്ലേ അവനാ വെള്ളം വേണമായിട്ട്. ഞങ്ങളൊരു 2 പ്ലേറ്റ് അൽഫാമും 2 പ്ലേറ്റ് ഷവർമയും ഒരു ലൈമും ഒരു കോക്കും പറഞ്ഞു. ഫ്രഞ്ച് ഫ്രൈസ് കുഞ്ഞോടനെ ചോദിക്കാമെന്ന് വിചാരിച്ചാ ഇവിടെ ഇല്ലാന്ന്. പൊന്നു മക്കളെ,
അന്ന് ഞങ്ങൾ വന്നപ്പോൾ നല്ല അടിപൊളി ഫുഡായിരുന്നു. അന്ന് കുഴപ്പമില്ലായിരുന്നു, നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ അതുകൊണ്ടാണ് ഇവിടെ തന്നെ പ്രിഫർ ചെയ്ത് കയറിയതിട്ടോ. വൻ അലമ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൻ അലമ്പ്. 150 പൈസേൻ്റെ അല്ല, പൈസയും കാര്യങ്ങളുടെ അല്ല കേട്ടോ, സാധനം വൻ അലമ്പായിരുന്നു. ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു. ഷവർമ വെച്ച ഫീലേ ഇല്ല എനിക്ക്. ഈ വീട്ടിലൊക്കെ നമ്മൾ മറ്റേ എന്താ പറയുക, ഈ മുട്ടയിൽ തക്കാളി ഉള്ളിയൊക്കെ ഇട്ട് വരട്ടൂലേ, ആ സാധനം ലാഭിക്കാൻ വേണ്ടി വെച്ചതാണോ എന്തിനു വെച്ചാന്ന് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അതായത് പണ്ട് വീട്ടിലൊക്കെ നമ്മുടെ മുട്ടയിൽ നമ്മൾ ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് തരില്ലേ, അതുപോലെ ഉണ്ടായിരുന്നു. ഞാൻ അവന്മാരോട് പറഞ്ഞിട്ടുണ്ട്, ഒരു വകയ്ക്ക് കൊള്ളാത്തൊരു സാധനം. വയറ് നിറയ്ക്കാൻ വേണ്ടി കയറിയതാണ്, കാര്യമൊന്നും ഉണ്ടായില്ല സത്യം. പക്ഷെ ഞങ്ങൾ പണ്ടത്തെ വീഡിയോ കണ്ടാൽ അറിയാം, ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്. അവിടെ നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ അന്ന് കാറിലേക്ക് എടുത്തിട്ട് വന്നിട്ട് കാറിൽ നിന്ന് കഴിച്ചിട്ട് തന്നെയാണ് പോയത്. ഇന്നത്തെ ഫുഡ് ഭയങ്കര ബോറായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് മോശമായിരുന്നു. ഒരു ടേസ്റ്റും ഇല്ല. എങ്ങനെ കഴിക്കുന്ന എന്തോ ആൾക്കാര് വാങ്ങിയോണ്ട് കഴിച്ചു, വേറെ വഴിയില്ലാണ്ട്. കാരണം അത്ര കളയാൻ പൈസ ഇല്ലല്ലോ, അതുകൊണ്ട് കഴിച്ചാണ്. ഇത്രയ്ക്കും പോരായിരുന്നു, വായൻ മോശം. നിങ്ങൾ പഴയ വീഡിയോ കയറി നോക്കിയാൽ അറിയാം. ഞങ്ങൾ ഇതിൽ ഈ കട തന്നെ നല്ല കടയായിരുന്നു, ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഇല്ല പറയുന്നില്ല, വൻ മോശമായിരുന്നു, ഒരു ടേസ്റ്റ് ഇല്ലായിരുന്നു. ഉള്ളിയും തക്കാളി മുട്ട റോസ്റ്റ് സത്യം പറഞ്ഞാല് ഷവർമ്മ തോന്നേ ഇല്ല. ഷവർമ്മ കഴിച്ച പോലെ തോന്നിയില്ല. മയോണൈസ് ഒരുമാതിരി, ഞാൻ പറയുന്നില്ല. എന്നാ ഓക്കെ, ടാറ്റാ. ഞങ്ങള് പോട്ടെ, ഇപ്പൊ പോയാലേ എത്തുള്ളൂ. ഓക്കെ, ടാറ്റാ. ടാറ്റാ ടാറ്റാ ടാറ്റാ. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ വോയിസ് ഒന്നും ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മൾക്ക് നല്ല അനുകൂല കാലാവസ്ഥയായതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. മഴയൊക്കെ ആണെങ്കിൽ കോടയൊക്കെ വന്നിട്ട് നമുക്ക് മുമ്പിലത്തെ വണ്ടി, ബാക്കിൽ വണ്ടി ഉണ്ടോ ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ഇറങ്ങിയ ദിവസം നല്ല വെയിലുള്ളത് കൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ലോറികളും അധികം കുറവായിരുന്നു. അല്ലെങ്കിൽ സാധാരണ വലിയ ലോറിയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്നെന്താണെന്നറിയില്ല, പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ മേലെ എത്തി. ഞങ്ങൾ വയനാടിന്റെ മേളിൽ തലപ്പുഴ എത്തി. ആശി പറഞ്ഞല്ലോ നേരത്തെ, മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ബ്ലോക്കും ഇല്ലായിരുന്നു. നമ്മൾ പെട്ടെന്ന് എത്തി. കുഞ്ഞോട്ടൻ ചെറിയൊരു കച്ചറയാണ് ഗൈസ്. ഞാൻ ഫോണോടെ വെച്ചിട്ടുണ്ട്, അതിന് വിഷയമില്ലല്ലോ. എന്നിട്ട് തണുപ്പുണ്ട് കേട്ടോ, പക്ഷെ തണുപ്പായി. പണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞ പോലെ വയനാട് കയറി തണുപ്പായി എന്ന്. അപ്പുറത്തേക്ക് നോക്കുമ്പോ കോടയൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞൂട്ടനാണ് ചെറിയൊരു കച്ചറയാണ്, ചെറുതായിട്ട്, വലിയ കുഴപ്പമില്ല, എന്നാലും ചെറിങ്ങനെ ഒരു കച്ചറയാണ്. എന്നിട്ട് ഞങ്ങള് പിന്നെ ഇന്നത്തെ മൊത്തം വീഡിയോയും ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്സ് ആയിട്ടാണ് കൂടുതൽ എടുത്തേക്കുന്നത്. കാരണം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ഷോർട്സും ആശി വീഡിയോ എടുക്കുന്നതെന്ന്. ആശിക്ക് ഒരു ചെറിയ വയറുവേദനയായിരുന്നു, അത് കാരണം ഇന്ന് വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല ആശി. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഇന്നത്തെ യാത്രേൻ്റെ ഇത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്സ് തന്നെ നോക്കണം. ഷോർട്സ് ഞാൻ പാർട്ടായിട്ട് ഇടുന്നുണ്ട്, അപ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ടാറ്റാ. അപ്പോൾ നമ്മൾ ചെറിയൊരു സ്റ്റോപ്പ് എടുത്തിട്ടുണ്ട് ഇവിടെ പാരിസൺ എസ്റ്റേറ്റ് ഫാക്ടറിയില്, ഫാക്ടറി ഔട്ട്ലെറ്റില്. കുഞ്ഞൂട്ടനെ വിളിച്ചാണല്ലോ കൊറേ വരാൻ വേണ്ടിട്ട്. അങ്ങോട്ടെത്തിയപ്പോ അവൻ വിളിക്കുന്നു പപ്പ. അപ്പൊ എന്താ ഇവിടെ നിർത്തിയത്, ഞങ്ങൾ ഇന്നലെ വന്നപ്പോ ഇവിടുന്ന് നല്ല ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നിർത്തിയിട്ടുള്ളത്. നോക്കാം, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടോയെന്നറിയില്ല. അവർ നോക്കാൻ പോയിട്ടുണ്ട്. കിലോ 100 രൂപയായിരുന്നു. അപ്പം കുറച്ച് ലാഭമായതുകൊണ്ട് നമ്മൾ വാങ്ങാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിങ്ക് കളർ ഡ്രാഗൺ ഫ്രൂട്ടായിരുന്നു. അപ്പോൾ അവർ നോക്കുന്നുണ്ട്. അയ്യോ, ഇവൻ ഡോറ് തുറന്നിട്ടിട്ടാ പോയ. അവരിതാ അവിടെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ. ഇതാ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങുന്നുണ്ട്. അപ്പം ഇപ്പം 6:45. ഞങ്ങളിപ്പോൾ കറക്റ്റ് തലപ്പുഴയല്ലേ,
സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞത്, തലപ്പുഴയാന്ന് തോന്നുന്നു. തലപ്പുഴ കഴിഞ്ഞു. ഇനിയൊരു 3/4 മണിക്കൂർ അത്രയും ഉണ്ടാവും മാക്സിമം. ഒരു 7:30-7:45 ആകുമ്പോഴത്തേനും വീട്ടിലെത്തുമെന്ന് വിചാരിക്കാം. ഇനിയിപ്പോൾ അത്ര പ്രശ്നമൊന്നുമില്ല. ഇനി കാട്ടിലും നമ്മൾ കാറിലായതുകൊണ്ട് കുറച്ച് സേഫാണ്. ആനയൊക്കെ ഉണ്ടെങ്കിലേ സീനുള്ളൂ. അപ്പോൾ ഇന്നധികം വൈകിയായിരുന്നു, അതുകൊണ്ടാണ് അധികം വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത്. ചുരമൊന്നും കയറുമ്പോൾ ഞാനൊന്നും എടുത്തിട്ടില്ല. ഷോർട്സിൽ വേണ്ടി എടുത്ത കുറച്ച് ക്ലിപ്സാണ് ഞാൻ ആഡാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾ ഇപ്പം മാക്സിമം കൺസിസ്റ്റൻ്റായി വീഡിയോ ഇടാൻ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ അവരിതാ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ട്. എത്രയാ? 100 രൂപയും പിന്നെ ഫ്രീയും. അയ്യോ, അപ്പൊ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പിന്നെ അറിയാലോ, നല്ല വിറ്റാമിൻസ്, നല്ല ഗുണമുള്ളതാണ് നമുക്ക്. അപ്പൊ കുഞ്ഞോട്ടനെ തിന്നാൻ കുഞ്ഞോട്ടനെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് പിന്നെ നമ്മൾ വാങ്ങിയത് തന്നെ. പിന്നെ നമുക്ക് ഷേക്ക് അടിച്ച് കുടിക്കാലോ. ഇവൻ എന്റെ കേക്ക് കട്ടെടുത്ത് എന്റെ കയ്യിൽ നിന്ന് വാങ്ങി. കുഞ്ഞോട്ട് ചിരിച്ചേ. അപ്പൊ ഇനി നമ്മള് റെഡി സ്റ്റോപ്പില്ല എന്തായാലും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇല്ല, ഇനി എന്തായാലും സ്റ്റോപ്പൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ആ അതെ, നല്ല ചായപ്പൊടിയൊക്കെ നമ്മള് എപ്പോഴും ഇവിടെ തന്നെ വാങ്ങാറ്. അവര് തന്നെയാണ് ഈ ഫുൾ ഒരുവിധം ഈ പകുതി ഈ എസ്റ്റേറ്റ് മൊത്തം പാരിസൺസിന്റെ തന്നെയാണ്. ഇത് ബ്രൗണിയാ ഈ ബന്ധുന്ന്. ഒയ്യോ. അപ്പം പിന്നെന്താ, നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം തണുപ്പായി വരുന്നുണ്ട്. നമ്മൾ AC ഇട്ടിട്ടില്ല, ഗ്ലാസ് തുറന്നിട്ടാണ് ഉള്ളത്. AC ഇട്ടിട്ടാണെങ്കിൽ നേരത്തെ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ AC നേരത്തെ ഓഫാക്കി. അപ്പോൾ നമ്മൾ എന്തായാലും ഇനി അധികം വീഡിയോ എടുക്കുന്നില്ല. ഇന്നെന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. ഒയ്യോ, കുഞ്ഞ് കഴിക്കുന്നോണ്ടാണേ. ടാറ്റ പറഞ്ഞേ, ഇനി നല്ല ടാറ്റ കൊടുത്തേ. ടാറ്റ കൊടുത്താ, ടാറ്റ കൊടുക്കോ? ടാറ്റ. കഴിക്കാൻ പറ്റില്ലേ? ഒരു ഡൈനമിക് ഒരു ചുരിദാറിന്റെ ടോപ്പ്. ദീദിക്കൊരു ഞങ്ങളിതാ എത്തി, തിരിച്ച് വീട്ടിലെത്തിട്ടാ. ടാറ്റാ, നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.